ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ വേദകാലഘട്ടം എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പതനത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഉയർന്നു വന്ന സംസ്കാരമാണ് വേദ കാലഘട്ടത്തിലെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ പേരിൽ തന്നെയുണ്ട്, വേദകാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജീവിച്ച ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ വേദ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഏതാണ്ട് 1000ഓളം വർഷം നീണ്ടു നിന്ന സംസ്കാരമാണ് വേദകാലഘട്ട സംസ്കാരം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇന്ത്യയുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സംസ്കാരമാണ് വേദകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഹിന്ദു റിലീജിയൻ്റെ ഒരു കടന്നു വരവ് നമുക്ക് കാണാൻ സാധിക്കുക, ഒരു ശക്തമായിട്ടുള്ള ഒരു തുടക്കം നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലാണ്, ഈ വേദ കാലഘട്ടത്തിലാണ്. അപ്പോൾ BC 1500 ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുകൂടെയാണ് ഈ ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിയതെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൂടാതെ മധ്യേഷ്യയിൽ നിന്ന് വന്ന ആര്യന്മാരാണ് ഇവർ എന്നും, ആര്യവംശജരായിരുന്ന ആളുകളാണ് ഇവരെന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൂടാതെ വേദസാഹിത്യത്തിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇവരെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, ഇത്ര കൃത്യമായിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ലഭിച്ചത് വേദഗ്രന്ഥങ്ങളിലാണ്. നിങ്ങൾക്കറിയാം, ഇതിഹാസ കാവ്യങ്ങൾ, രാമായണം, മഹാഭാരതം തുടങ്ങിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത്. പിന്നെ സിന്ധു നദിയുടെ തീരത്താണ് നമ്മുടെ ഈ ഒരു വേദകാലഘട്ടം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാണ്? സിന്ധു നദിയുടെ തീരത്ത്. അപ്പോൾ വേദ കാലഘട്ടത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വേദിക് ഏജ് എന്നുണ്ടാവും, അല്ലെങ്കിൽ ഋഗ്വേദിക് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് വേദ കാലഘട്ടത്തെയാണ്. വേദ കാലഘട്ടത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഋഗ്വേദിക് ഏജ്, അതായത് ഋഗ്വേദ കാലഘട്ടം. രണ്ടാമത് എന്ന് പറയുന്നത് ഉത്തര വൈദിക കാലഘട്ടം. ഇതിനൊക്കെയുള്ള വ്യത്യസ്ത പേരുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് വേദ സാഹിത്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, വേദ സാഹിത്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട് ഇത്ര വ്യക്തമായിട്ട്, നിങ്ങൾക്കത് മനസ്സിലാവും എടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ വേദ സാഹിത്യങ്ങൾ, ഈ വേദഗ്രന്ഥങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേദ സാഹിത്യത്തെ പ്രധാനമായിട്ട് നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് വേദ സംഹിതകൾ, 2 ബ്രാഹ്മണ്യങ്ങൾ, ആരണ്യങ്ങൾ എന്ന് പറയുന്ന പോർഷൻ, 3 എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ പോർഷനിൽ ഒന്നും കൂടി ഉപനിഷത്തുകൾ. പിന്നെ അത് കഴിഞ്ഞ് 3ാമത് കൽപ്പസൂത്രങ്ങൾ എന്ന ഭാഗമാണ് വേദഗ്രന്ഥത്തിൽ പെടുന്നത്. ഇത്തരത്തിൽ ഈ ഗ്രന്ഥങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വേദ കാലഘട്ടത്തിലെ ജീവിതവും സാമൂഹ്യ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് പോയിരുന്നത് ഈ ഒരു വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിനി വേദ സംഹിതകൾ, നമ്മൾ ഒന്നാമത്തത് എന്തായിരുന്നു പറഞ്ഞേ, ഒന്നാമത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ വേദ പാർട്ട് എന്ന് പറയുന്നത്, ഗ്രന്ഥമല്ല, ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വേദസംഹിതകളാണ്. അപ്പോൾ ഈ വേദസംഹിതകൾ 4 എണ്ണമാണ് ഉള്ളത്. അത് നിങ്ങൾ സാധാരണ എല്ലാ സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. ഋഗ്വേദ, സമവേദ, യജുർവേദ, അതേപോലെ അഥർവവേദം എന്ന് പറയുന്ന പോർഷനാണ് ഈ പറയുന്ന 4 ഭാഗങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേദ സംഹിതകൾ ഏതൊക്കെയാണെന്നാണ്. വേദസംഹിതകൾ പ്രധാനമായിട്ടും 4 എണ്ണാണുള്ളത്. അത് നമ്മൾ പറഞ്ഞു അല്ലേ, ഋഗ്വേദം, സമവേദം, യജുർവേദം, അഥർവവേദം. ഇനി ഇത് എന്തൊക്കെയാണെന്നുള്ളത് സിമ്പിളായിട്ട് കുറച്ച് ചെറിയ ഒരു പോയിന്റ്സിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പാകത്തിലുള്ളത്. അപ്പോൾ ഋഗ്വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടോട്ടൽ 1028 സൂക്തങ്ങളുടെ ശേഖരണമാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അതുകൂടാതെ ഇത് 10 പുസ്തകങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും, ഋഗ്വേദത്തിൻ്റെ ഭാഷ സംസ്കൃതത്തെക്കാളൊക്കെ പ്രാകൃത ഭാഷയായിട്ടുള്ള ഒരു ഭാഷയായിരുന്നു ഈ ഒരു ഋഗ്വേദം എഴുതിയിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കൂടുതൽ ഋഗ്വേദത്തിനെ പറ്റി നിങ്ങൾ ആ ഒരു 2 ലൈൻസ് പോയിന്റ്സ് മാത്രം എഴുതുക. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് സാമവേദം. എന്താണ് സാമവേദം? സാമവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഗ്വേദത്തിൽ നിന്നും തെരഞ്ഞെടുത്ത സ്തോത്രങ്ങളാണ് നമ്മുടെ ഈ ഒരു സാമവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. സമവേദത്തിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അർച്ചികയും 2 ഉത്തരാർച്ചികയും. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മാത്രം പോയിന്റായി ഉൾക്കൊള്ളിച്ച് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് യജുർവേദം. 3ാമത്തത് യജുർവേദാണ്. യജുർവേദത്തിൽ വരുന്നത് നമ്മുടെ ഹിന്ദുയിസത്തിലെ യജ്ഞങ്ങളെയും ചടങ്ങുകളെയും ഒക്കെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ യജുർവേദം എന്ന് പറയുന്നത്.
യജുർവേദത്തിന് ഏകദേശം 2 പാഠാന്തരങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതും അത്രമാത്രം എഴുതുക, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി, കൂടുതലൊന്നും പോകണ്ട. പിന്നെ നെക്സ്റ്റ് ഉള്ളത് അഥർവവേദം എന്ന് പറയുന്ന പോർഷനാണ്. അഥർവവേദത്തിനകത്ത് പറയുന്നത് നമ്മുടെ ശത്രുക്കളെയും ഭൂത പ്രേത പിശാചുക്കളെയും ഒക്കെ കുറിച്ച് പറയുന്നത് ഈ അഥർവവേദത്തിലാണ്. അത് മാത്രമല്ല, ഈ പ്രേതങ്ങളെയും ഭൂതങ്ങളെയൊക്കെ അകറ്റാനുള്ള മന്ത്രതന്ത്രങ്ങൾ ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഒരു അഥർവവേദത്തിലാണ്. ഈ ഒരു വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നീട് വേദകാലഘട്ടത്തിലെ ജനത അല്ലെങ്കിൽ ഹിന്ദു ജനത എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ബ്രാഹ്മണങ്ങൾ, ആരണ്യങ്ങൾ, ഉപനിഷത്തുകൾ എന്ന് പറയുന്ന ഈ 3 ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ഓടിച്ച് പറയാം. നമ്മുടെ ഈ ബ്രാഹ്മണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യജ്ഞങ്ങളുടെ അല്ലെങ്കിൽ യാഗങ്ങളുടെ ഒക്കെ ക്രിയാഭാഗം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യാഗങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ക്രിയാഭാഗമാണ് നമ്മുടെ ഈ ബ്രാഹ്മണങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇത് വേദങ്ങളുടെ ഒക്കെ ഒരു വ്യാഖ്യാനം കൂടിയാണ് കേട്ടോ. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ഗദ്യരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. കുഞ്ഞി ഗദ്യരൂപത്തിലാണ് ഇത്. ഗദ്യം എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ അല്ലെ, ഗദ്യരൂപത്തിലാണ് ഇവർ എഴുതിയിട്ടുള്ളത്. അതുകൂടാതെ ആരണ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണങ്ങളുടെ അവസാന ഭാഗമാണ് ആരണ്യകങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ബ്രാഹ്മണ്യങ്ങളുടെ അവസാന ഭാഗമാണ് ആരണ്യകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ആരണ്യകത്തിലെ തത്വചിന്തകളുടെ സാരാംശമാണ് നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുന്നത്. എന്താണ്? ആരണ്യകത്തിലെ തത്വചിന്തകളുടെ അവസാന ഭാഗമാണ്, സാരാംശമാണ് നമ്മൾ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേദസാഹിത്യത്തിൻ്റെ അവസാന ഭാഗമായതിനാൽ ഈ ഉപനിഷത്തിനെ നമ്മൾ വേദാന്തം എന്ന് കൂടി പറയുന്നുണ്ട്. വേദസാഹിത്യത്തിൻ്റെ 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കൽപ്പസൂത്രങ്ങളാണ്. കൽപ്പസൂത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യജ്ഞക്രിയകൾ അല്ലെങ്കിൽ യാഗക്രിയകളൊക്കെ യഥാവിധി ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഒരു കൽപ്പസൂത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 1 സൗത്യസൂത്രം, 2 ഗ്രഹ്യസൂത്രം, 3 ധർമ്മശാസ്ത്രം, 4 സുൽവസൂത്രം എന്നിങ്ങനെ 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് വേദകാലഘട്ടത്തെ പ്രധാനമായിട്ട് നമ്മൾ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. 1 ഋഗ്വേദ കാലഘട്ടം അല്ലെങ്കിൽ ആദ്യകാല വേദകാലഘട്ടം, അതായത് ഏർലി വേദിക് പീരീഡ് എന്നും അല്ലെങ്കിൽ ഏർലി വേദിക് ഏജ് എന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പോൾ മനസ്സിലാവാതെ ഇരിക്കരുത്. അതേപോലെ രണ്ടാമതായിട്ട് തരംതിരിക്കുന്നത് ലേറ്റർ വേദിക് പീരീഡ്, അതായത് ഉത്തര വേദകാലഘട്ടം അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു മലയാളം പിൽക്കാല വേദകാലഘട്ടം. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം പഠിക്കുക. ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും. അപ്പോൾ ഏർലി വേദിക് പീരീഡിലാണ് നമ്മൾ അതിനെ മറ്റൊരു വാക്കും കൂടി വേദകാലഘട്ടം അല്ലെങ്കിൽ ഋഗ്വേദിക് ഏജ് എന്ന് കൂടി ഈ ഒരു കാലഘട്ടത്തെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ സാമ്പത്തികമായിട്ടുള്ളയും സാമൂഹികവുമായിട്ടുള്ള സാംസ്കാരികവുമായിട്ടുള്ള ഒക്കെയുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞ് അതേപോലെ പിന്നീടുള്ള പിൽക്കാല വേദകാലഘട്ടത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചത്, അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു, പിൽക്കാല കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു സംഭവിച്ചതെന്നാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഋഗ്വേദത്തിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ആദ്യകാല വേദകാലഘട്ടത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഏർലി വേദിക് പീരീഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഋഗ്വേദത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഇത് ഋഗ്വേദിക് ഏജ് എന്ന് കൂടി അറിയപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഋഗ്വേദിക് കാലഘട്ടത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഏർലി വേദിക് പീരീഡിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ജനജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവരെങ്ങനെയായിരുന്നു, ഇവരെന്തൊക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർ കച്ചവടം ചെയ്തിട്ടുണ്ടോ, കൃഷി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ മേഖലകളിലായിരുന്നു ഇവർ പണം സമ്പാദിച്ചിരുന്നത്, ഇതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഹെഡിങ് എന്താണ്, എങ്ങനെയാണ് ഇവരുടെ ജീവിതം. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലെ സമൂഹം എന്ന് പറയുന്നത് അവർ ഇടയന്മാരായിരുന്നു. അവർ പ്രധാനമായിട്ടും ഇടയ ജീവിതമായിരുന്നു നയിച്ചിട്ടുണ്ടായത്. ഇടയ ജീവിതം എന്ന് പറഞ്ഞാൽ അറിയാലോ, കന്നുകാലികളെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന പാലും മാംസവും ഒക്കെ ശേഖരിച്ചാണ് ഇവരെന്ത് ചെയ്തത്, ഇവർ ജീവിതം മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യ കാലഘട്ടത്തിലെ ജനങ്ങൾ, ഈ ഒരു വേദകാലഘട്ടത്തിലെ ജനങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത് രക്തബന്ധമുള്ള ഗ്രൂപ്പുകളടങ്ങിയ ഗോത്രങ്ങളായിട്ടായിരുന്നു ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് രക്തബന്ധങ്ങളുള്ളവരൊക്കെ ഒരു ഗോത്രത്തിൽപ്പെട്ടവരായിരിക്കും.
ഓക്കെ, തമ്മിൽ രക്തബന്ധങ്ങളുള്ള ആളുകൾ ഒരു ഗോത്രമായി, അങ്ങനെ വിവിധ ഗോത്രങ്ങളായിട്ടുള്ള ഒരു വിഭാഗമായിട്ടായിരുന്നു ആദ്യകാല വേദകാലഘട്ടത്തിലെ ജനങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഇവരുടെ പ്രധാനമായിട്ടും ഇവർ കന്നുകാലികൾക്ക് വലിയ, നമ്മുടെ ഹിന്ദുസത്തിൽ ഈ ഒരു പശു അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഗോമാതാവിനൊക്കെ വലിയ പ്രാധാന്യം ഉള്ള ഒരു മതമാണ് അല്ലേ നമ്മുടെ ഹിന്ദു മതം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ പ്രാധാന്യം തുടങ്ങിയത് ഈ ഒരു വേദകാലഘട്ടത്തിലാണ്. അതുകൂടാതെ കന്നുകാലികളുടെ വർധനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവരുടെ പ്രാർത്ഥനകളെല്ലാം. പിന്നെ അതുകൂടാതെ ഇവർ ഈ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിൽ കന്നുകാലികൾ എത്ര എണ്ണം ഉണ്ടോ, ആരുടെ കയ്യിലാണോ കൂടുതൽ കന്നുകാലികൾ ഉള്ളത് അയാൾ കൂടുതൽ സമ്പന്നനായിട്ട്, ഈ കന്നുകാലിയുടെ എണ്ണത്തിനനുസരിച്ചിട്ടായിരുന്നു ഓരോരുത്തരുടെയും സമ്പന്നത വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ നമ്മുടെ സമൂഹത്തിൽ ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ മറ്റ് യജ്ഞക്രിയകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പ്രതിഫലമായിട്ട് ഇവർ നൽകിയിട്ടുള്ളതും എന്തായിരുന്നു, കന്നുകാലികളെയായിരുന്നു ഇവർ സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഇവരുടെ സമൂഹത്തിലൊരു പ്രധാന കൈമാറ്റ മാധ്യമം എന്ന് പറയുന്നത് സന്തോഷം, കൂടുതൽ പാരിതോഷിക, രാജാവിനൊക്കെ പ്രജകളോട് സന്തോഷം കൂടിക്കഴിഞ്ഞാൽ അവർ പാരിതോഷികമായിട്ട് കൊടുക്കുക പശുക്കളെയായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കന്നുകാലികൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു ജനതയായിരുന്നു നമ്മുടെ ഏർലി വേദിക് പീരീഡിലെ ആദ്യകാല വേദ കാലഘട്ടത്തിലെ ജനത എന്ന് പറയുന്നത്. പിന്നെ അവർ തമ്മിലുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ കന്നുകാലികൾക്ക് വേണ്ടിയായിരുന്നു. ഇനിയത്തെ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പഠിക്കുക രാജ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് ഈ കന്നുകാലികളെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, പിന്നെ കൃഷി എന്ന് പറയുന്നത് അവർക്ക് വലിയ കൃഷി അവർ വലുതായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും പിന്നെ പിന്നെ അതുപോലെ കൊയ്ത്ത്, മെതി തുടങ്ങിയവയൊക്കെ ഇവർ ചില പ്രദേശങ്ങളിൽ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നമുക്ക് കിട്ടിയ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചില ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു ഈ ഒരു കൃഷി എന്ന് പറയുന്നത്. പിന്നെ ഋഗ്വേദ കാലഘട്ടത്തിലെ മറ്റു തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൺപാത്ര നിർമ്മാണം ഉണ്ട്. പിന്നെ അത് കൂടാതെ പിന്നെ ഈ കാലഘട്ടത്തിൽ കുറേ നെയ്ത്ത് വിദ്യകൾ അറിയുന്ന ഒരുപാട് ആളുകളെ ആ കാലഘട്ടത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് ഈ ഋഗ്വേദത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പുരോഹിതന്മാരുണ്ടായിരുന്നു, തുകൽ പണിക്കാരനുണ്ടായിരുന്നു, പിന്നെ ആഭരണ നിർമ്മാണം നടത്തുന്ന ആളുകളുണ്ടായിരുന്നു. പിന്നെ വലിയ തരത്തിലുള്ളൊരു വ്യവസായ പരിപാടികളൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ബാർട്ടർ സമ്പ്രദായമായിരുന്നു, അതായത് സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ മേടിക്കുക എന്നുള്ള സമ്പ്രദായമായിരുന്നു ആദ്യകാല ഇന്ത്യയിൽ ആദ്യകാല വേദ കാലഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യകാല വേദ കാലഘട്ടത്തിലെ ഏർലി വേദിക് ഏജിലെ സാമൂഹ്യ ജീവിതം, സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു എന്താണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇവരെങ്ങനെയായിരുന്നു, രക്തബന്ധമുള്ള ഗ്രൂപ്പുകളായി വ്യത്യസ്ത ഗോത്രങ്ങളായിട്ടായിരുന്നു ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള, നമ്മുടെ ഹിന്ദുമതം തുടങ്ങുമ്പോൾ തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെ വേർതിരിവോ ഒന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ആദ്യകാല വേദകാലഘട്ടത്തിൽ, പിൽക്കാലാവുന്ന സമയത്ത് ശക്തമായിട്ടുള്ളൊരു ജാതിയുടെ കടന്നുവരവ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ഋഗ്വേദ സമൂഹം എന്ന് പറയുന്നത് ഒരു പിതൃമേധാവിത്വ സമൂഹമായിരുന്നു. അതായത് പുരുഷന്മാർക്ക് കൂടുതൽ മേൽക്കോയ്മയുള്ള പിതൃമേധാവിത്വ, പുരുഷന്മാർ ഭരിക്കുന്ന കുടുംബമായിരുന്നു, ഗോത്രമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതുകൂടാതെ കുടുംബത്തിലെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ആളെന്ന് പറയുന്നത് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന പുരുഷനായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് ഈ കാലഘട്ടത്തിലെ ജനതയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു, ഇവർ ഭരണകൂടം ഇവർക്ക് ഉണ്ടായിരുന്നോ, ഇവർ ആരെങ്കിലും ഭരിച്ചിട്ടുണ്ടായിരുന്നോ, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ കാലഘട്ടത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാം, ഇവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രീ സ്റ്റേറ്റ് എന്നാ പറയുക, ഒരു രാഷ്ട്രം എന്ന കൺസെപ്റ്റിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു വേദകാലഘട്ടത്തിലെ ആദ്യകാല സമൂഹങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ ഇവർക്ക് ഗോത്രഭരണ സംവിധാനമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, ഓരോ കുടുംബത്തിനും ഓരോ രക്തബന്ധം അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അവർ ഒരു ഗോത്രമായിട്ടാണ് അറിയപ്പെടുക. ആ ഗോത്രത്തിന് ഒരു തലവൻ ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഗോത്ര തലവൻ ഉണ്ടായിരിക്കും. അയാളെ രാജൻ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു സൈനിക നേതാവ് കൂടിയായിരുന്നു, യുദ്ധങ്ങൾ ചെയ്യുന്ന സൈനിക നേതാവ് കൂടിയായിരിക്കും ഈ ഒരു രാജൻ എന്ന് പറയുന്ന ഗോത്രമുഖ്യൻ എന്ന് പറയുന്ന ആള്. പക്ഷേ ഇവർ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, ഇവരെന്തിനു വേണ്ടിയിട്ടായിരുന്നു, കന്നുകാലികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവർ യുദ്ധങ്ങളും മറ്റുമൊക്കെ നയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്രാമമുഖ്യന് ജനങ്ങൾ സ്വമേധയാ ബലി എന്ന പേരിൽ ദാനങ്ങളൊക്കെ നൽകേണ്ടിയിരുന്നു. ഗ്രാമമുഖ്യന് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. പിന്നീട് നമ്മൾ നികുതിയിലേക്കും നിർബന്ധ നികുതിയിലേക്കൊക്കെ മാറിയ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ ബലി തുടങ്ങിയ സമ്പ്രദായങ്ങളാണ്. പിന്നീട് അതേപോലെ തന്നെ ഒരു വിപുലമായിട്ടുള്ള ഭരണ സംവിധാനമൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു.
പിന്നെ ദൈനംദിന ഭരണത്തിൽ രാജനെ സഹായിക്കാൻ ചില പരികർമ്മികൾ, അദ്ദേഹത്തെ സഹായിക്കുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് ഗണം എന്ന് പറയുന്ന ഒരു ഗോത്രത്തിന് തൊട്ട് താഴെയാണ് ഗണം എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടായിരുന്നത്. അത് തന്നെ നമ്മുടെ ഗോത്രത്തിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ ഈ ഗോത്രത്തിന് താഴെയായിരുന്നു ഉണ്ടായിരുന്നത് ഗണം അല്ലെങ്കിൽ വിസ് എന്ന് പറയുന്ന ഭാഗമായിരുന്നു രണ്ടാമതായിട്ടുണ്ടായിരുന്നത്. അതിനെ ഭരിച്ചിരുന്ന ആള് വിസ്പതി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാമം, ഈ ഗോത്രത്തിൽ തന്നെ നമ്മൾ വിസ് എന്ന് പറയുന്ന ഒരു ചെറിയ, നമ്മളിപ്പോൾ പറയില്ലേ, നമ്മൾ സാധാരണ നോർമലി തന്നെ നമ്മുടെ പിന്നെ രാജ്യം, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്, പിന്നെ നമ്മുടെ ജില്ലകൾ, പിന്നെ നമ്മൾ താമസിക്കുന്ന അംശം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളുള്ളത് പോലെ തന്നെ പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്നു, ആദ്യം എന്താണ് ഗോത്രം, അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് നമ്മുടെ ഗണം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിസ് എന്ന് പറയുന്ന വിസ്പതി ഭരിക്കുന്ന ഇടം. പിന്നെ 3 എന്ന് പറയുന്നത് ഗ്രാമമാണ്, അതിനെ ഭരിക്കുന്ന ആളെ പേര് ഗ്രാമിണി എന്നായിരുന്നു. 4ാമത് വരുന്നത് കുടുംബമാണ്. അപ്പോൾ ഒരു കുടുംബം ഭരിക്കുക കുലപതി എന്ന് പറയുന്ന ആളായിരിക്കും. കുലപതി ആരായിരിക്കും? പുരുഷനായിരിക്കും. അപ്പോൾ ഇത്തരത്തിലായിരുന്നു ഇവരുടെ കാലഘട്ടത്തിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. വലിയൊരു തരത്തിലുള്ള ഒരു വിപുലമായിട്ടുള്ള ഭരണ സംവിധാനം നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ കാലഘട്ടത്തിൽ കുറേ ജനകീയ സമിതികൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് വിധാത, സഭ, പിന്നെ സമിതി, ഗണ തുടങ്ങിയിട്ടുള്ള പോപ്പുലർ അസംബ്ലീസ് ഈ കാലഘട്ടത്തിൽ നിരന്തരമായിട്ടുണ്ടായിരുന്നു. ജനകീയ സഭകൾ, കാരണം അവർക്ക് നീതിന്യായ വകുപ്പോ കോടതിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ചർച്ച ചെയ്യാനും അല്ലേ. അപ്പോൾ ജനകീയ സമിതികളിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടുക. ഇനി ജനകീയ സമിതികളിൽ ആരൊക്കെയാണ് അംഗമാവുക എന്നുള്ളതാണ് അടുത്ത ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വരിക. സമൂഹത്തിൽ ഉയർന്ന ആളുകളായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു ജനകീയ സമിതികളെയൊക്കെ പ്രതിനിധീകരിച്ചിരുന്ന പ്രധാനികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലേറ്റർ വേദിക് പീരീഡാണ്. അതായത് പിൽക്കാല വേദ കാലഘട്ടം, BC 1000 മുതൽ 600 വരെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് നമ്മൾ ലേറ്റർ വേദിക് പീരീഡിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ഒരു ലേറ്റർ വേദിക് പീരീഡിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് BC നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BC 1000 മുതൽ 600 വരെയാണ് ഉത്തര വൈദിക കാലഘട്ടം നിലനിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സമൂഹത്തിൽ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു ഉത്തരവേദ കാലഘട്ടമാണ്. പിന്നെ അതുകൂടാതെ ഈ ആര്യന്മാർ കൂടുതൽ ഇന്ത്യയിലേക്ക് എത്തുകയും അവരുടെ ഒരു വ്യാപനം നടക്കുകയും പിന്നെ അതുകൂടാതെ ഗോത്ര സമൂഹങ്ങളൊക്കെ സിന്ധു നദിയുടെ തീരത്ത് നിന്നും ഗംഗ യമുന നദീതീരത്തേക്ക് മാറി താമസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു ഉത്തരവൈദിക കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുള്ളതും. ഈ ഒരു മാറ്റത്തോടെ ഇവർക്ക് എന്തായി, കൂടുതൽ ഇവർ വ്യാവസായികപരമായിട്ടും ഇവർ കാർഷികപരമായിട്ടൊക്കെ ഇവർ കൂടുതൽ വികസിക്കുകയാണ് ഈ ഒരു മാറ്റത്തോടെ ഉണ്ടായത്. പിന്നെ ഇവരുടെ ആദ്യം നമുക്ക് എന്ത് നോക്കാം, ഇവരുടെ സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു, എക്കണോമിക് ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് ചർച്ച ചെയ്യാം. അതായത് ഇവരുടെ ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യം നമ്മൾ ഇവരൊരു ഇടയ സമൂഹമായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് നിന്നൊക്കെ മാറി പിന്നീട് ഇരുമ്പിൻ്റെയും പിന്നെ ഒക്കെ ഉപയോഗം വന്നപ്പോൾ ഇവർ കൂടുതൽ കാർഷിക മേഖലയിലേക്ക് തിരിയുകയാണ് ഉണ്ടായത്. അതായത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും ഇരുമ്പിൻ്റെ ഒക്കെ വർധനവിനനുസരിച്ച് ഇവരുടെ മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത് കാർഷിക മേഖലയായിട്ട് കൃഷിയായിട്ട് മാറാൻ തുടങ്ങി. പിന്നെ അതുപോലെ ഇവർ വിവിധ തരം വിളകൾ ഉത്തരവൈദിക കാലഘട്ടത്തിൽ ഇവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബാർലി, നെല്ല്, തിന, കരിമ്പ്, എള്ള് തുടങ്ങിയ തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിഭവങ്ങൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ആ കൃഷി മാത്രമല്ല, കൈത്തൊഴിലുകളായിട്ട് ഇവർ നേരത്തെ പറഞ്ഞ പോലെ ആഭരണ നിർമ്മാണമുണ്ട്, നെയ്ത്തുണ്ട്, തുകൽ നിർമ്മാണമുണ്ട്, പാത്ര നിർമ്മാണമൊക്കെ വളരെ നല്ല രീതിയിൽ ഈ കാലഘട്ടത്തിൽ മെച്ചപ്പെടുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഈ കാലഘട്ടത്തിലെ തൊഴിലുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മൺപാത്ര നിർമ്മാണങ്ങൾ നമ്മൾ പറഞ്ഞൂല്ലേ, അപ്പോൾ അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു ഭാഗ്യം എന്ന് പറയുന്നത് മൺപാത്രങ്ങളുടെ നിർമ്മാണത്തിൽ പലതരത്തിലുള്ള വിദഗ്ധമായിട്ടുള്ള മാറ്റങ്ങൾ ഇവരുടെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വ്യത്യസ്ത നിറങ്ങൾ ഉൾപ്പെടുന്ന ഇവരുടെ കാലഘട്ടത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്നോണം നമുക്ക് ഇന്നും കുഴിച്ചെടുക്കുമ്പോൾ ഒക്കെ ലഭിക്കുന്ന ഇതിൻ്റെ നിറം കാണുമ്പോഴാണ് നമ്മൾ വേദകാലഘട്ടത്തിൽ ഉള്ള മൺപാത്രമാണ് ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാറുള്ളത്. അതായത് ചുവപ്പ് നിറമുള്ള മൺപാത്രങ്ങൾ ഉണ്ടായിരുന്നു, കറുപ്പും ചുവപ്പും നിറമുള്ള മൺപാത്രങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ കറുപ്പ് നിറം മാത്രമുള്ള മൺപാത്രങ്ങൾ ഉണ്ടായിരുന്നു, ചിത്രപ്പണികളോടുകൂടിയും ചാരനിറവുമായിട്ടുള്ള മൺപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം മിക്കവാറും വൺ വേർഡ് ആയിട്ട് PGW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം മനസ്സിലാക്കുക, നമ്മുടെ ചിത്രപ്പണികളിലുള്ള അതേപോലെ ചാരനിറത്തിലുള്ള മൺപാത്രങ്ങളെയായിരുന്നു ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ സാമൂഹ്യ ജീവിതത്തെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് സാമൂഹ്യ, ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്
നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ചാതുർവർണ്ണ സിസ്റ്റം, 4 വർണ്ണങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, ഹിന്ദു മതത്തിലേക്ക് കടന്നു വരുന്നത്, ഇന്നും അനുഭവിക്കുന്ന ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം എസ്സേയും ഷോർട്ട് എസ്സേയും ഒക്കെ ഒരുപാട് വരുന്നതാണ്. അപ്പോൾ സാമൂഹ്യ ജീവിതം എങ്ങനെയാണ്? ഉത്തരവൈദിക കാലഘട്ടത്തിൽ സമൂഹത്തിൽ ജാതി വ്യവസ്ഥ ഉയർന്നു വന്നു. അതായത് പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നവൻ, താഴ്ന്നവൻ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള 4 ജാതികളാണ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചാതുർവർണ്ണ, ഈ 4 വർണ്ണാസ് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബ്രാഹ്മണർ, 2 ക്ഷത്രിയർ, 3 വൈശ്യർ, 4 ശൂദ്രർ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഇന്നത്തെ ജാതി വ്യവസ്ഥ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാറ്റഗറീസ് ഉണ്ടല്ലോ ഇന്നത്തെ ജാതിയിൽ. അപ്പോൾ അത് ഒരിക്കലും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള വർണ്ണങ്ങൾ മാത്രമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീടുള്ള വർണ്ണവ്യവസ്ഥ ഒക്കെ പ്രധാനമായിട്ടും തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നീടുള്ള ജാതികൾ ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും, ആദ്യം ബ്രാഹ്മണർ, ഒന്നാമത്തെ സ്ഥാനം ആർക്കായിരിക്കും? ബ്രാഹ്മണരായിരിക്കും. ആ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? മതം കടന്നു വന്നു. മതം കടന്നപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ എന്തായിരിക്കും? മതത്തിൻ്റെ ദൈവമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ബ്രാഹ്മണർ. അപ്പോൾ അവരെ നമ്മൾ പൂജിക്കണം, അവർക്ക് നമ്മൾ ദാനം കൊടുക്കണം, അവരെ പിന്നെ പണക്കാരായിട്ട്, സമൂഹത്തിൽ പണക്കാരായിട്ട് നിലനിർത്തണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു രീതിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സമൂഹത്തിലെ ഉന്നത സ്ഥാനക്കാർ, പിന്നെ അതുകൂടാതെ വേദം പഠിക്കുക, വേദം പഠിപ്പിക്കുക, പിന്നെ യാഗങ്ങൾ നടത്തുക തുടങ്ങിയിട്ടുള്ള പ്രധാന ചുമതലകളുള്ളവരായിരുന്നു ഈ ഒരു ബ്രാഹ്മണ ജാതിയിൽ, അല്ലെ ബ്രാഹ്മണ വിഭാഗത്തിൽ 1ാം സ്ഥാനക്കാരായിട്ടുള്ള ബ്രാഹ്മണ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ക്ഷത്രിയരാണ്. സ്വാഭാവികമായിട്ടും ക്ഷത്രിയർ ആരായിരിക്കും? ക്ഷത്രിയ രാജാക്കന്മാരായിരിക്കും അല്ലെ. അതായത് ക്ഷത്രിയന്മാർ എന്ന് പറയുന്നത് അവർക്ക് സമൂഹത്തിൽ 2ാമത്തെ സ്ഥാനമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ജനങ്ങൾക്കിടയിൽ, അല്ലേ? നിങ്ങൾക്ക് ഇന്ന് ജാതി വ്യവസ്ഥാനത്തെ കാലഘട്ടത്തിൽ വലിയൊരു രീതിയിലേക്ക് അയിത്തത്തിലേക്കൊക്കെ മാറിയത് ഈ ഒരു സമ്പ്രദായത്തിൻ്റെ തുടക്കത്തോടു കൂടിയാണ്. അപ്പോൾ ക്ഷത്രിയന്മാർ, ബ്രാഹ്മണർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമൂഹത്തിൽ ആർക്കാണ് സ്ഥാനം? ക്ഷത്രിയന്മാർക്കാണ്. ക്ഷത്രിയർ അവർ രാജാക്കന്മാരാണ് എങ്കിൽ പോലും അവരും ആരെ ബഹുമാനിക്കണം? നമ്മുടെ ബ്രാഹ്മണരെ ബഹുമാനിക്കണം. അതായത് രാജാവ് ഭരിക്കുന്ന ആളെക്കാളും കൂടുതലൊക്കെ പ്രാധാന്യം ആർക്ക് വരാൻ തുടങ്ങി? ദൈവത്തിനും മതത്തിനും കടന്നു വരാൻ തുടങ്ങി. പിന്നെ അതുകൂടാതെ യുദ്ധം ചെയ്യുക, രാജ്യത്തിൻ്റെ സുരക്ഷ മുന്നോട്ട് കൊണ്ടുപോവുക, രാജ്യത്തെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, പിന്നെ ഭരണ നിർവഹണത്തിൻ്റെയൊക്കെ ചുമതല, ഇതൊക്കെ ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, 3ാമത്തെ വിഭാഗം എന്ന് പറയുന്നതാണ് വൈശ്യർ. വലിയ തരത്തിൽ പണക്കാരല്ലെങ്കിലും കച്ചവടക്കാർ, അതേപോലെ പിന്നെ കൃത്യമായിട്ട് കൃഷി ചെയ്യുന്ന വലിയ വലിയ വ്യാപാരികൾ, പിന്നെ ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾ വ്യാപാരം നടത്തുന്ന ആളുകൾ, പിന്നെ അതേപോലെ നികുതി കൊടുക്കുന്ന വർഗം, രാജാവിനും പിന്നെ ക്ഷത്രിയരായിട്ടുള്ള രാജാവിനും ബ്രാഹ്മണർക്കൊക്കെ നികുതി കൊടുക്കുന്ന ഒരു വിഭാഗം കൂടിയായിരുന്നു ഈ പറയുന്ന വൈശ്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കൊരു ചെറിയ സ്ഥാനമൊക്കെ സമൂഹത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ശൂദ്രരാണ്. ഇവരാണ് ഒന്നിനും അവകാശമില്ലാതെ, യാതൊരു തരത്തിലുള്ള സമൂഹത്തിലൊരു അവകാശമില്ലാതെ അടിമകളെ പോലെ ജീവിച്ചിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവർ ഏറ്റവും താഴ്ന്ന വിഭാഗമായിരുന്നു. ചാതുർവർണ്ണ സിസ്റ്റത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗമായിരുന്നു ശൂദ്രർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, കുഴി കുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇല്ലേ. അന്യൻ്റെ പിന്നെ തൊടിയിൽ പണി ചെയ്യേണ്ടി വരുന്ന കുടിയാന്മാർ മാത്രമായിരുന്നു ഇവരുണ്ടായിരുന്നത്. വൈശ്യ വിഭാഗത്തിലും കുടിയാന്മാർ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഇവർ നല്ല രീതിയിൽ പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്ന കുടിയാന്മാരായിരുന്നു എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുകൂടാതെ സാമൂഹ്യ ലൈഫ്, ഈ കാലഘട്ടത്തിലെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ പിന്നെ ചാതുർവർണ്ണ സിസ്റ്റത്തിൽ ഉൾപ്പെട്ട ഒരുപാട് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച ഒരു സാമൂഹ്യ ജീവിതമായിട്ട്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലൈഫിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിലെ ഈ ആദ്യമുള്ള 3 വിഭാഗം, അതൊക്കെയാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ. ഇവർക്ക് മാത്രമായിരുന്നു പിന്നെ വേദപഠനത്തിനൊക്കെയുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതിലും വൈശ്യർക്ക് കാര്യമായിട്ടുള്ള വലിയ അവകാശങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയ പണക്കാരാണെങ്കിൽ അവരുടെ മക്കളെ വിടും എന്നുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷേ ക്ഷത്രിയായിട്ടുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വേദം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദം പഠിക്കണമെങ്കിൽ തന്നെ ഇവർ ഇന്ന കുലത്തിൽ, ഇന്ന ജാതി, ഇന്ന വിഭാഗത്തിൽ ജനിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. മറ്റുള്ളവരൊക്കെ എന്താണ്, മോശപ്പെട്ട വേദങ്ങൾ, ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാൻ പാടില്ലാത്ത, അതിനൊന്നും അവകാശമില്ലാത്ത ഒരു വിഭാഗമായിട്ടായിരുന്നു ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ജാതി വ്യവസ്ഥ നിലവിൽ വന്നതോടുകൂടെ സമൂഹത്തിൽ പിതൃമേധാവിത്വം ഒന്നുകൂടി ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു സമൂഹത്തിൽ പിതൃമേധാവിത്വം വീണ്ടും ശക്തിപ്പെട്ടു. ആണുങ്ങൾക്ക് ബ്രാഹ്മണന്മാരായിട്ട് ആരാ ഉണ്ടാവുക?
അല്ലേ? പിന്നെ യാഗങ്ങൾക്കൊക്കെ പിന്നെ നേതൃത്വം വഹിക്കുന്നത് മിക്കവാറും പുരുഷന്മാരായിരിക്കും അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്ത് ചെയ്തു? പുരുഷന്മാർക്ക് കൂടുതൽ സമൂഹത്തിൽ സ്ഥാനം ലഭിക്കുന്ന ഒന്നിലേക്കായിട്ട് ആക്കി മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ സമൂഹത്തിൽ സ്ത്രീകളുടെ പിന്നെ അതുവരെ ഉണ്ടായിരുന്ന പദവി അപ്പാടെ ഇടിഞ്ഞു. ചെറിയ തരത്തിൽ സ്ത്രീകൾക്ക് പിന്നെ വിദ്യാഭ്യാസമൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും മുന്നത്തെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പലതരത്തിലുള്ള നിബന്ധനകൾ, അയിത്തങ്ങൾ, പല സമയങ്ങളിലും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥ, യാഗങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഈ ഒരു അവസ്ഥയൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ശൈശവ വിവാഹം ഈ ഒരു കാലഘട്ടത്തിൽ ആണ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഉത്തരവൈദിക കാലഘട്ടത്തിൽ സംഭവിച്ച ഭരണപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, ഭരണവ്യവസ്ഥ എങ്ങനെയായിരുന്നു, ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പോൾ ഉത്തരവൈദിക കാലഘട്ടത്തിലായ സമയത്ത് ഇവരുടെ അതുവരെ നിലനിന്നിട്ടുണ്ടായിരുന്ന ഭരണരീതിയേ അല്ല, മൊത്തമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അതായത് പ്രധാനമായിട്ടും ഇതിനകത്ത് കാർഷിക മേഖലയിലുണ്ടായ വളർച്ചയായിരുന്നു ഒരു പ്രധാന കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യം വികസിക്കാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ ആദ്യം ഇവർ ഇടയ സമൂഹത്തിലായിരുന്നു, അന്ന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. പിന്നീട് ഇവർ കൂടുതൽ കാർഷിക മേഖലയിലേക്കും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, വാങ്ങുന്നു, അതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു രീതി വേണം, ഇപ്പോൾ കൃത്യമായിട്ടുള്ള നികുതി കൊടുക്കണം. ഇതൊക്കെ വന്ന സമയത്ത് ഈ ഒരു സിസ്റ്റം മാറിയിട്ട് പ്രധാനമായിട്ടും ജനപദങ്ങൾ എന്നായിട്ട്, അതായത് ജനപദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ് ജനപദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ലേറ്റർ വേദിക് പീരീഡിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു നമുക്കൊന്ന് നോക്കാം. അതായത് ഉത്തരവേദ കാലഘട്ടത്തിലായതോടുകൂടെ മുന്നേ ഉണ്ടായിരുന്ന ഗോത്ര ഭരണരീതിയൊക്കെ മൊത്തമായിട്ട് മാറി. പിന്നീടാണ് ചെറിയ തരത്തിലുള്ള നമ്മൾ ഇപ്പോഴത്തെ നാട്ടുരാജ്യം, ആദ്യം നമ്മൾ ചെറിയ ചെറിയ ജനപദങ്ങളായിരുന്നു ഉയർന്നു വന്നത്, പിന്നീടാണ് നാട്ടുരാജ്യങ്ങളിലേക്ക് മാറി. ആ ജനപദങ്ങൾ വീണ്ടും നാട്ടുരാജ്യങ്ങളിലേക്ക് മാറി, അത് പിന്നീട് രാജ്യങ്ങളിലേക്കായി മാറി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭരണ സിസ്റ്റം മാറിയത്. അത് പിന്നെയാണ് നമ്മുടെ എന്തായിട്ട് മാറിയത്, നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യ ആയിട്ട് മാറിയത്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ആദ്യ കാലഘട്ടത്തിലെ ഈ ഒരു ഗോത്ര ഭരണ വിഭാഗത്തിൽ നിന്ന് മാറി ഇവർ പിന്നീട് എന്ത് ചെയ്തു, ചെറിയ ചെറിയ ജനപദങ്ങൾ, അതായത് ഒരു കൃത്യമായിട്ടുള്ള ഭൂമി ശാസ്ത്രപരമായി, ആദ്യം രക്തപഥത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഗോത്രങ്ങൾ കേട്ടോ, അത് മനസ്സിലാക്കണേ. പിന്നീട് എന്ത് ചെയ്തു, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിർത്തിക്കുള്ളിൽ നിൽക്കുന്ന ഒരു സ്ഥലം, അത് ഒരു ജനപദം, അതിന് കീഴിൽ രാജാക്കന്മാരുണ്ടായിരുന്നു, രാജാവുണ്ടായിരുന്നു, ക്ഷത്രിയരായിട്ടുള്ള ആളുകൾ അവിടെ ഭരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു തരത്തിലേക്ക് വളരെ വലിയൊരു മാറ്റമാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൂടാതെ ഇടയ സമൂഹത്തിൽ പ്രധാനമായിട്ട് ഈ ഒരു മാറ്റത്തിന് കാരണം എന്താ, ഇടയ സമൂഹമായിട്ട് ജീവിച്ചിരുന്ന ഇവർക്ക് വലിയൊരു കാര്യങ്ങളൊന്നും നോക്കണ്ടായിരുന്നു. ഇവർ പാല് ഇതെടുക്കുന്നു, പശുവിൽ നിന്ന് പാലെടുക്കുന്നു, അത് വിൽക്കുന്നു, അത് കുടിക്കുന്നു, ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. എന്നാൽ കൃഷി കൂടുതലായപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, കൃഷിയിൽ നിന്ന് മിച്ച ഉൽപ്പാദനം ഉണ്ടാവുകയും ഇതൊക്കെ വിറ്റഴിക്കാൻ തെരുവുകളും പിന്നെ അതുകൂടാതെ പിന്നെ വ്യവസായ കേന്ദ്രങ്ങളും ഒക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉൾപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു ഭരണാധികാരി വേണ്ടി വന്നു. പിന്നെ മാത്രമല്ല സമൂഹത്തിൻ്റെ ഈ ഒരു സോഷ്യൽ ലൈഫ് മൊത്തമായിട്ട് മാറിയല്ലോ. അപ്പോൾ ക്ഷത്രിയന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഭരിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഭരിക്കുന്ന ചെറിയ ചെറിയ ജനപദങ്ങൾ കൃത്യമായ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏരിയയിൽ ഉൾപ്പെടുന്ന ഒരു ജനപദം എന്ന രീതിയിൽ ഈ പൊളിറ്റിക്കൽ സിസ്റ്റം ഉയർന്നു വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ അതായത് ജനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗോത്രം എന്നാണ്. ഇത് ജനം എന്ത് ചെയ്തു, ജനപദത്തിലേക്ക് വഴിമാറി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഉത്തരവേദ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കാം. അപ്പോൾ ജനപദത്തിൻ്റെ ഉയർച്ചയ്ക്ക് വഴിമാറി കൊടുത്തു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഉയർച്ച എന്തായിരിക്കും, കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം കൊണ്ടുവരാൻ സഹായിക്കും അല്ലേ. അപ്പോൾ രാഷ്ട്രങ്ങൾ നിലവിൽ വന്നതോടുകൂടെ രാജാക്കന്മാർ, അതായത് മുഖ്യന്മാരായിരുന്നു ആദ്യം ഗോത്രം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രാജാക്കന്മാരുടെ ഈ ഒരു ജനപദം ആരംഭിച്ചതോടുകൂടെ എന്ത് ചെയ്തു, രാഷ്ട്രങ്ങൾ ആരംഭിച്ചതോടുകൂടെ രാഷ്ട്രം ഭരിക്കാൻ രാജാക്കന്മാരെ ആവശ്യമായിട്ട് വന്നു. പിന്നെ അവരുടെ പദവിയിലും പ്രവർത്തനത്തിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പിന്നെ രാജാവ് താൻ ഭരിക്കുന്ന പ്രദേശത്തിൻ്റെ സംരക്ഷകനായിട്ട് രാജാവ് മാറി. പിന്നെ അതുകൂടാതെ കന്നുകാലികളെ സംരക്ഷിക്കാനായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ബോധതലവനൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് മാറിയിട്ട് ഒരു പ്രദേശത്തിൻ്റെ സംരക്ഷകനായിട്ട് മാറുകയും ഒരു കാർഷിക ഭൂമിയുടെ അധിപനായിട്ട് മാറുകയാണ് നമ്മുടെ രാജാവ് എന്ന ആള് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതുകൂടാതെ കാർഷിക ഭൂമിയുടെ സംരക്ഷണത്തിനായിട്ട് വൈശ്യ വിഭാഗം എന്ത് ചെയ്യണമായിരുന്നു, നമ്മുടെ രാജാവിന് ഒരു കൃത്യമായിട്ടുള്ള നികുതി കൂടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നികുതി കൂടുതൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും രാജാവിന്റെ ശക്തി വർദ്ധിക്കും, അയാൾ കൂടുതൽ സൈന്യത്തെ ഏർപ്പെടുത്തും.
അയാൾ കൂടുതൽ വലിയ രീതിയിൽ അയാൾ പണക്കാരനാവും. അപ്പോൾ ഈ കന്നുകാലികളും ധാന്യങ്ങളും ഒക്കെ ആയിരുന്നു നികുതിയായിട്ട് രാജാവിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്, രാജാവിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാജാവിന്റെ അധികാരം വർദ്ധിച്ചതോടുകൂടി ഭരണകാര്യങ്ങളിലൊക്കെ ഇത് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ചില ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കേണ്ടതായി വന്നു. സ്വാഭാവികം അല്ലെ, കുറെ തസ്തികകളിൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. അതായത് പ്രധാനമന്ത്രി, പുരോഹിതൻ, പിന്നെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ തുടങ്ങിയിട്ടുള്ള കുറെ ആളുകളെ അദ്ദേഹം നിയമിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഇതോടെ ഋഗ്വേദ കാലഘട്ടത്തിലെ ജനകീയ സമിതികളുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സഭ, വിധാത തുടങ്ങിയിട്ടുള്ള ജനകീയ സമിതികൾ, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ഇതിന് എന്ത് ചെയ്തു, രാജാവിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. പിന്നെ രാജാവിൻ്റെ അധികാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. അതായത് നമ്മുടെ രാജാക്കന്മാർ രാജസൂയം, പിന്നെ അശ്വമേധം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ. നമ്മൾ പണ്ട് രാമൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തങ്ങളുടെ കുതിരയെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ആ കുതിര ചെന്ന് നിൽക്കുന്ന ഇടം വരെ എന്താണ്, അവരുടെ കീഴിലാണ് ആ രാജ്യം. ഒരു രാജാവ് ഇപ്പം തൻ്റെ കുതിരയെ എന്ത് ചെയ്യാണ്, 2 കുതിര ഉണ്ടാവും, ആ കുതിരയെ അഴിച്ചു വിടുകയാണ് ചെയ്യുക. അപ്പോൾ അശ്വം എന്നാണ് കുതിരയ്ക്ക് പറയുക അല്ലേ. അപ്പോൾ ഇങ്ങനെ യാഗമൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ അഴിച്ചുവിട്ട കുതിരയെ ആരെങ്കിലും തടയാൻ വന്നു കഴിഞ്ഞാൽ അവരെ എതിർത്ത് രാജാവ് അവരെ എതിർത്ത് തോൽപ്പിക്കുകയും ആ ഭാഗം അയാളുടെ കീഴിലാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കുതിര എവിടെ ചെന്ന് നിൽക്കുന്നു ആ ഭാഗം വരെ രാജാവിൻ്റെ കീഴിലായിരിക്കും. പിന്നെ രാജസൂയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, രാജാവിന് പരമാധികാരിയാകാൻ വേണ്ടി നടത്തിയ യാഗമായിരുന്നു രാജസൂയം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഇവരുടെ മതപരമായിട്ടുള്ള ലൈഫ് എത്രത്തോളമാണ് മാറിയത്. നമ്മുടെ ആദ്യ വേദ കാലഘട്ടത്തിൽ നിന്ന് അവസാന വേദ കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്തേക്ക് ഏത് തരത്തിലാണ് ഇവരുടെ മതപരമായിട്ടുള്ള ജീവിതം മാറിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. അതുകൂടാതെ ആചാരാനുഷ്ഠാനങ്ങൾ സമൂഹത്തിലെ ബ്രാഹ്മണരുടെ സ്ഥാനം ഉയർത്തുകയും പിന്നെ യാഗങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഇവർ ദൈവത്തിനോളം തന്നെ ബഹുമാനം അർഹിക്കുന്ന ഒരു വിഭാഗമായിട്ട് സമൂഹത്തിലേക്ക് മാറുകയുണ്ടായി. പിന്നെ യാഗ സംസ്കാരം മതത്തിന്റെ മുഖ്യ ഭാഗമായിട്ട് മാറി. പിന്നീടാണ് യാഗങ്ങൾ ചെയ്യുക, മന്ത്രങ്ങൾ ചെയ്യുക, ഇതൊക്കെ വലിയൊരു ഭാഗമായിട്ട് മതത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാറിയത് ഈ കാലഘട്ടത്തിലാണ്. പിന്നെ അതുകൂടാതെ ഇവരുടെ പ്രജാപതി എന്ന് പറയുന്ന ദൈവം ഇവരുടെ പ്രധാന ദൈവമായി മാറി. കൂടാതെ വിഷ്ണു, രുദ്രൻ എന്നീ ദൈവങ്ങൾക്കും പ്രധാന പദവി നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുരോഹിത മേധാവിത്വം നിലനിന്നിട്ടുണ്ടായിരുന്നു. അതായത് ബ്രാഹ്മണർക്ക് ഭരിക്കുന്ന രാജാവിനേക്കാൾ കൂടുതൽ സ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ചാതുർവർണ്ണ സിസ്റ്റം. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. വേദകാലഘട്ടത്തിൽ ആരായിരിക്കും, ബ്രാഹ്മണനാണ് ഏറ്റവും മേൽത്തട്ടിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ക്ഷത്രിയൻ, അവർ ഭരിക്കുന്ന ആളാണ്. പിന്നെ അത് കഴിഞ്ഞ് വൈശ്യര്, അവരെന്താണ്, കാർഷികത്തിനൊക്കെ ഉടമകളാണ്, അവർ നികുതിയൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാമൂഹ്യ ശ്രേണിയാ അല്ലെ, നിങ്ങൾക്ക് അത് സാമൂഹ്യ ശ്രേണി എന്നും പറയാം കേട്ടോ. പിന്നെ അതേപോലെ പിന്നെ ഏറ്റവും താഴ്ന്ന വിഭാഗം എന്ന് പറയുന്നത് 4ാമത്തെ വിഭാഗമായിട്ടുള്ള ശൂദ്ര വിഭാഗമാണ്. ഇപ്പൊ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേദ കാലഘട്ടത്തിൽ നിന്നിരുന്ന ആശ്രമ സിസ്റ്റം. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാവും, ആശ്രമ സിസ്റ്റം എന്തായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പറയേണ്ട, കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിരിക്കില്ല. അപ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് പിന്നെ ആശ്രമ വ്യവസ്ഥ അനുസരിച്ചിട്ട് മനുഷ്യന്റെ ശരാശരി ആയുസ് 100 വർഷമായിട്ടും, ആ കാലഘട്ടത്തിൽ നിന്നൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ ഇത്, അത് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ മനുഷ്യന്റെ ആയുസ് 100 വർഷം, മിനിമം 100 വർഷമായിരിക്കും, മാക്സിമം 100 വർഷമായിരിക്കും. അത് തന്നെ എന്ത് ചെയ്തു, 25 വർഷം വീതമുള്ള 4 ഭാഗങ്ങളാക്കിയിട്ട് ഇവർ തിരിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും വ്യത്യസ്തമായിട്ട് ബ്രാഹ്മണൻ മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ആദ്യത്തെ 25 വർഷം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം, രണ്ടാമത്തെ 25 വർഷം എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെ, കുടുംബം, കുട്ടികൾ, ഇവർക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന കാലം. നമ്മൾ ആദ്യം പറഞ്ഞ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത മറ്റ് സുഖകാര്യങ്ങളിലൊന്നും ഏർപ്പെടാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാലഘട്ടം ഗൃഹാശ്രമം, മൂന്നാമത്തെ കാലഘട്ടം വാനപ്രസ്ഥം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഭൗതിക ജീവിതത്തിൽ നിന്നൊക്കെ എല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, പിന്നെ മക്കൾ നല്ല രീതിയിൽ എത്തുമ്പോൾ അവരെയൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് നമ്മൾ ഈ ഉത്തരവാദിത്തം നിന്ന് മാറി വ്യക്തി ഒരു പിന്നെ കുറച്ചും കൂടി ദൈവത്തോടടുത്ത
ഒരു ഘട്ടത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കും എന്താണ് ഈ ഒരു മൂന്നാമത്തെ ഘട്ടം സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സന്യാസമാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മോക്ഷം തേടിയുള്ള യാത്ര, ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും നമ്മൾ ചെയ്ത പാപങ്ങൾക്കൊക്കെ പിന്നെ വിമുക്തി വരുത്തിക്കൊണ്ട് മോക്ഷം തേടി എത്താനുള്ള ഒരു ആത്മസാക്ഷാത്കാരമാണ് ഈ ഒരു ലാസ്റ്റ് അവസാന ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര മാത്രം നിങ്ങൾ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.